കേരളം ഏറെ സന്തോഷത്തിലാണ്. കാരണം പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ താമര വിരിയില്ല 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 എന്ന്. പക്ഷേ ശക്തമായി വേരൂന്നി താമരക്കാലത്തിലേക്ക് ചുവടുറപ്പിക്കുക തന്നെയാണ് ഇന്നലെ വോട്ടെടുപ്പ് ദിവസം നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വിജയശ്രീ ലാളിതനായി സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ എത്തും. തലയെടുപ്പോടുകൂടെ തന്നെയാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തുന്നത്. വൈകിട്ട് നടക്കുന്ന റോഡ് ഷോയിൽ ജനങ്ങളെ സുരേഷ് ഗോപി അഭിസംബോധന ചെയ്യും. മനോജ് ചേരുന്നുണ്ട്. മനോജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് തൃശ്ശൂരിലേക്ക് പോകുന്നു. അവിടെ ആദ്യമായിട്ടൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടെ മനോജ് കണ്ടതായിരുന്നു. അതിൽ ഏറെ മുന്നിൽ നിന്നിരുന്നത് സുരേഷ് ഗോപി തന്നെയാണ് പ്രചരണത്തിൽ എന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. അതിൻ്റെ ഫലങ്ങളൊക്കെ തന്നെയാണ് കണ്ടതും വോട്ടായിട്ട് മാറിയതും. എന്നാലും ശക്തിൻ്റെ തട്ടകത്തിൽ ഇന്ന് വീണ്ടും ഒരു പൂരം കൂടി ഒരുങ്ങുക തന്നെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും രജനി, ഇന്ന് ഈ ശക്തന്റെ തട്ടകത്തിൽ വലിയൊരു പൂരം തന്നെയാണ് ഒരുങ്ങുന്നത്. ഇന്ന് തൃശ്ശൂരിലെത്തുന്ന സുരേഷ് ഗോപിയെ സ്വീകരിക്കുവാനായി ഇവിടെയുള്ള BJP പ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആഹ്ലാദ പ്രകടനത്തിലും നമ്മൾ കണ്ടതാണ്. എന്തായാലും തൃശ്ശൂരിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകരും അതോടൊപ്പം പൊതുജനങ്ങളും നമ്മളോട് പ്രതികരിച്ചതാണ്. എത്തരത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് നമ്മൾ ആ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 2019 2,93,822 വോട്ടായിരുന്നു സുരേഷ് ഗോപിക്കുള്ളത്. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഈ ഫലം വരുമ്പോൾ 4,12,888 വോട്ടുകൾക്ക്, അതായത് 4 ലക്ഷത്തിലധികം വോട്ടുകൾ അദ്ദേഹം നേടി എന്നുള്ളതാണ്. അതിൽ തന്നെ 74,338 വോട്ടുകളിലധികം അദ്ദേഹം ഈ ഒരു ഭൂരിപക്ഷം നേടി എന്നുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം അത്രയധികം ലീഡ് ചെയ്തു. എന്തായാലും ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെയും വലതുമുന്നണി സ്ഥാനാർത്ഥിയെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ട് വലിയൊരു കുതിപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ ഘടകമായി മാറിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുമ്പോഴും സാധാരണ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഈ സ്ഥലം വിട്ടുപോകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധികളായി പിന്നീട് സ്വന്തം നാട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ സ്വാഭാവികമായും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരും. എന്നാൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും സുരേഷ് ഗോപി ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയിട്ടുള്ള ഈ വിജയം. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. വലിയ തരത്തിലുള്ള ഒരു പിന്തുണ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതുതന്നെയാണ്. എല്ലാ മേഖലയിലും അദ്ദേഹം എത്തുമ്പോൾ വലിയ തരത്തിലുള്ള ജനസ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും അതുപോലെ സാമൂഹിക പ്രശ്നങ്ങളിലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലെ ഓരോ കാര്യങ്ങളിലും സുരേഷ് ഗോപിയുടെ ഇടപെടൽ നമുക്ക് വ്യക്തമാണ്. അതോടൊപ്പം കേന്ദ്ര പദ്ധതികൾ ഈ തൃശ്ശൂരിൻ്റെ ഓരോ ഭാഗത്തേക്കും എത്തിക്കുന്ന കാര്യത്തിൽ ഗുരുവായൂരിലെ റെയിൽവേ മേൽപ്പാലമായാലും പലതരത്തിലുള്ള പദ്ധതികളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലൊക്കെ തന്നെ ജനങ്ങൾക്കറിയാം. അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസികളോടൊപ്പം നിലകൊണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. തൃശ്ശൂർ പൂരത്തിന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിൽ അദ്ദേഹം ഇടപെട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നേരിട്ട ആ പരാജയം അതിൽ കൃത്യമായും പഠനം നടത്തി എത്തരത്തിലാണ് ഈ വികസന ചർച്ച ചെയ്തുകൊണ്ട് വികസനത്തിൻ്റെ പാതയിൽ തൃശ്ശൂരിനെ നയിക്കാൻ സാധിക്കുക എന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിലൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ ഓരോ ബൂത്ത് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഈ ഇവിടെയുള്ള BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ SG കോഫി ടൈംസ് എന്ന ഒരു പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഓരോ മേഖലയിലും ജനങ്ങളെ ഒത്തുചേർത്ത് അവരുടെ വികസനത്തെക്കുറിച്ച് അവരോട് ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം അതൊക്കെ തന്നെയാണ് ഈ വിജയത്തിലേക്ക് സുരേഷ് ഗോപിയെ നയിച്ചത്. എന്തായാലും അത് തന്നെയാണ് മനോജ്. കാരണം ജനമനസ്സുകളിൽ SG എന്ന ഒരേ ഒരു വാക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൃശ്ശൂരിലെ ജനങ്ങൾക്ക്. അതാണ് വോട്ടായിട്ട് മാറിയത്.
തീർച്ചയായും അത് തന്നെയാണ്. ഇത് കഴിഞ്ഞ ദിവസം രാവിലെ വോട്ടെണ്ണൽ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രതികരിച്ചത് എന്തായാലും തൃശ്ശൂരിൽ താമര വിരിയില്ല, കേരളത്തിൽ താമര വിരിയില്ല എന്നുള്ളതാണ്. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖഭാവം ആകെ മാറിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വൈകിട്ടായപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് എത്തരത്തിലാണ് ഈ വോട്ട് നഷ്ടമായതെന്ന് പരിശോധിക്കണമെന്നും കോൺഗ്രസിൻ്റെ വോട്ട് എന്തുകൊണ്ട് ഇത്രയധികം കുറഞ്ഞു എന്നുള്ളത് പരിശോധിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരൻ പ്രതികരിച്ചത് താൻ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിൽക്കുന്നു, ഇനി മത്സരിക്കാനില്ല എന്നുള്ളതാണ്. കൃത്യമായും ഈ കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ അത് ജനങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ ഉള്ളിലെ അതൃപ്തിയുമൊക്കെ കൂടുതലായും ജനങ്ങൾ BJPയിലേക്ക് ആ കോൺഗ്രസ് പ്രവർത്തകർ വരുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തിയതിന് പിന്നാലെ തൃശ്ശൂരിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് BJP അംഗത്വം സ്വീകരിച്ചത്. അത്തരത്തിൽ സാധാരണ എല്ലാ മേഖലയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരിലും അതൃപ്തി ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ BJP അംഗത്വം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ സുരേഷ് ഗോപിക്ക് ഒപ്പം നിന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും പ്രവർത്തകരിലേക്ക് സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിപ്രഭാവം എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെയാണ് അദ്ദേഹത്തിനെ ഈ വിജയത്തിലേക്ക് നയിച്ചതും. എല്ലാ മേഖലയിലും മത്സ്യത്തൊഴിലാളികളായാലും വനവാസി മേഖലയിലുള്ളവരായാലും എല്ലാ മേഖലയിലുള്ളവരിലേക്കും സുരേഷ് ഗോപി എത്തി എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാം. അവർക്ക് തന്നെ അപ്രതീക്ഷിതമായി തന്നെയാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഭൂരിപക്ഷത്തെ നോക്കിക്കാണുന്നത്. കാരണം ഇത്രയധികം ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ളത് അത് വളരെയധികം അസ്വസ്ഥരാക്കിയിരിക്കുന്നു അവരെ. കേരളത്തിലെ ഒന്നാകെ തന്നെ ഇടതുമുന്നണിയെയും വലതുമുന്നണിയും ഒക്കെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. തൃശ്ശൂരിൽ ഈ NDAക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ തൃശ്ശൂരിലേക്ക് ഇനി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങളൊക്കെ. കാരണം സാധാരണയായി ഇവിടെ ജയിച്ചു പോകുന്ന MP-മാർ ഇവിടെ തൃശ്ശൂരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി തന്നെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളും ഉന്നയിച്ചിരുന്നു. TN പ്രതാപന് വിജയിച്ച ശേഷം പല പദ്ധതികളും വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും കൃത്യമായി ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതിലൊക്കെ തന്നെ ജനങ്ങൾ അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെയാണ് അത്തരത്തിൽ ഒരു MP-ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും തന്നെ ചെയ്യാതെ വികസനം എവിടെ കൊടുക്കുന്നു, വികസനം എന്ന വാക്ക് എവിടെയുണ്ടോ അവിടെ വോട്ടുകൾ ലഭിക്കും എന്നതിൻ്റെ തെളിവാണ്, എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ സുരേഷ് ഗോപിക്ക് ലഭിച്ച തൃശ്ശൂരിൽ ലഭിച്ച ചരിത്ര വിജയം. എന്തായാലും ആ ജയത്തിന് പിന്നാലെ തൃശ്ശൂർ ആഘോഷമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിനത്തിലും. ഇന്ന് വിജയശ്രീ ലാളിതനായിട്ട് ചങ്കുറപ്പോട് തല ഉയർത്തിക്കൊണ്ട് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തും. വലിയൊരു റോഡ് ഷോയൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ടാണ് റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിനും. ശക്തന്റെ തട്ടകത്തിൽ നിന്ന് വീണ്ടും ഒരു പൂരം ഒരുക്കി കാത്തിരിക്കുക തന്നെയാണ് BJP പ്രവർത്തകരും ഒപ്പം തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം. മനോജാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.